നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അൻവർ തൊടുത്തുവിട്ട വിവാദങ്ങൾ ഒന്നൊഴിയാതെ പിണറായി വിജയനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അൻവർ ആരോപണം ഉന്നയിച്ച ADGP അജിത് കുമാറിനെ തള്ളിക്കളയാൻ പിണറായി വിജയന് കഴിയില്ല. അൻവറിനെയും തള്ളിക്കളയാൻ കഴിയില്ല. ശശിയെ തള്ളിക്കളഞ്ഞാൽ അതിന്റെ പ്രശ്നം വേറെയും. ഏതായാലും അജിത് കുമാറിനെ കൂടി രംഗത്തേക്ക് കൊണ്ടുവന്ന് അജിത് കുമാറിനെ ഒരു പരിചയാക്കി ഉപയോഗിച്ചുകൊണ്ട് അൻവറിനെ തടുക്കാനുള്ള മാർഗങ്ങൾ തേടുകയാണ് പിണറായി വിജയൻ. നിരപരാധി എന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ADGP. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ADGP MR അജിത് കുമാർ. അന്വേഷണത്തിൽ നിരപരാധിയെന്ന് തെളിഞ്ഞാൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. വിവാദങ്ങൾ ഉണ്ടായ ശേഷം ADGP MR അജിത് കുമാർ അയക്കുന്ന രണ്ടാമത്തെ കത്താണിത്. നേരത്തെ തന്നെ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അജിത് കുമാർ കത്ത് നൽകിയിരുന്നു. അതേസമയം ADGP RSS കൂടിക്കാഴ്ചയിൽ അതൃപ്തി അറിയിച്ച് D രാജ കൂടി രംഗത്തെത്തുന്നു. കൂനിന്മേൽ കുരു വന്നുപെട്ട അവസ്ഥയാണ് ADGP MR അജിത് കുമാറിന് ഇപ്പോൾ. ആരോപണങ്ങളിൽ വിവാദങ്ങൾ കനക്കുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും ആരോപണങ്ങളിൽ ചുറ്റി വലയുകയാണ് അജിത് കുമാർ. RSS നേതാവ് ദത്താത്രേയ ഹസബാളയുമായി നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദമുണ്ടായതിന് പിന്നാലെയാണ് റാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തു വന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും അജിത് കുമാർ സജീവമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിനിടെ ദത്താത്രേയ ഹൊസബാളയുമായി നടത്തിയ കൂടിക്കാഴ്ച വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് എന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണം. ADGP MR അജിത് കുമാർ RSS നേതാവ് റാം മാധവിനെ കണ്ടുവെന്നത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2 തവണ കൂടിക്കാഴ്ച നടന്നുവെന്നും തിരുവനന്തപുരത്തെ കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തലസ്ഥാനത്ത് നടന്ന RSSന്റെ ചിന്തൻ ശിബിരിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നതെന്നാണ് വിവരം. ഏതായാലും അജിത് കുമാറിനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വീണ്ടും ഒരു കളിക്ക് തയ്യാറാകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം.